Welcome back to Wanderscapes. ഇത്തവണ പാരീസ് എഡിഷനിൽ ഞങ്ങൾ ലൂവർ മ്യൂസിയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലൂവർ എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. പിന്നെ ഓഫ് കോഴ്സ് മൊണാലിസയുടെ സ്ഥലം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ വേറെ കാഴ്ചകളും കൂടി ഉള്ളത്. അങ്ങനെ നമ്മൾ ലൂവ്രെ പരിസരത്തെത്തിയിരിക്കുന്നു. ഫ്രാൻസിലെ രാജാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അതൊരു മ്യൂസിയമാക്കി മാറ്റിയത്. വില്യേഴ്സ് ഗാർഡൻ്റെ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിനെയും ഈ ലൂവ്രിനെയും കൂടി ബന്ധിപ്പിച്ച് ഒരു വലിയ കൊട്ടാരമാക്കി വന്നതാണ്. അപ്പോൾ ഏതാണ്ട് 100-300 കൊല്ലം എടുത്തു അത് കംപ്ലീറ്റ് ആവാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ടൂറിസ്റ്റിൻ്റെ അവിടെയുള്ള കൊട്ടാരം കത്തിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലാതെ ഒരു സി ഷേപ്പിലായിട്ട് നിലനിൽക്കുന്നത്. നാല് പിരമിഡാണ് ഇവിടെ ഉള്ളത്. ഒരു വലിയ പിരമിഡും 3 കുഞ്ഞു പിരമിഡ്സും. വലിയ പിരമിഡ് ഉണ്ടാക്കിയത് IM പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ്. ലൂവറിൻ്റെ കോർട്ട്യാർഡിൻ്റെ നടുവിലായിട്ട് തന്നെയാണ് അത് വലിയ പിരമിഡ് ഉള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഗ്ലാസ് ആൻഡ് മെറ്റൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയ സമയത്ത് പാരീസിലെ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമായിട്ടില്ല. അവർക്കൊന്നും വലിയ ഇഷ്ടമില്ലാതെ, കാരണം ലൂവറിൻ്റെ ഭംഗി മുഴുവൻ നശിപ്പിച്ചു എന്നൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലൂവറിനെ ഇതില്ലാതെ സങ്കല്പിക്കാൻ കഴിയില്ല. നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്. എത്ര നേരം എടുക്കുമോ ഇനി അകത്ത് കയറാൻ. ഇതിപ്പോൾ ഫാസ്റ്റ് ക്യൂ ആണ് കേട്ടോ. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നവരുടെ ക്യൂ ആണ്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ അപ്പുറത്തുണ്ട്. അത് ഇതിലും വലുതാവുന്നുണ്ട്. ലൂവറിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. ഇവിടെ 3 മെയിൻ ഗാലറീസാണുള്ളത്. ഡനോൺ വിങ്, ഷിലിയോ വിങ്, സല്ലി വിങ്, അങ്ങനെ 3 വിങ്സാണുള്ളത്. ഡോൺ വിങ്ങിലേക്കാണ് പോണത്. ഗ്രീക്ക് പ്രീ ക്ലാസിക്കൽ ഇറയിലെ എക്സിബിറ്റ്സാണ്. കുറേ ഇതുപോലത്തെ സ്റ്റാച്യൂസും സ്കൾപ്ചേഴ്സും കാണാനുണ്ട്. പകുതി പൊട്ടിപ്പൊളിഞ്ഞതൊക്കെയാണ്. വന്നാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. ആകെപ്പാട് ആൾക്കാരും എത്ര വലിയ സ്ഥലം എങ്ങടാ പോകേണ്ടതെന്ന് മനസ്സിലാവില്ല. അന്തം പോകാന്ന് കേൾക്കില്ലേ? അത് ആക്ച്വലി ഇവിടെ വന്നാലാണ്. പിന്നെ സീലിംഗ് തന്നെ മുകളിലേക്ക് നോക്കി നടക്കണോ, താഴത്തേക്ക് നോക്കി നടക്കണോ, സൈഡിലേക്ക് നോക്കി നടക്കണോ, കൺഫ്യൂഷനോ. എവിടെ നോക്കിയാലും ഇതുപോലത്തെ ആർട്ട് വർക്കും സ്കൾപ്ചേഴ്സും ഒക്കെയാണ്. ഇത് ഏഥൻസിലെ പാർഥേനിയൻ ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ടെമ്പിളിൻ്റെ ഒറിജിനൽ പാനൽസാണ്. ഇതൊരു ഹെഡ്ലെസ് ഗേൾസ് വാക്കിംഗ് എന്നോ എന്താണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു കഷ്ണേ ഇവിടെ ഉള്ളൂ. മറ്റേത് ലണ്ടനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാനൽ ഇതാണ്. സെൻക്ച്വർ അബ്ഡക്റ്റിംഗ് എ ഗേൾ. പകുതി മനുഷ്യനും പകുതി കുതിരയായിട്ടുള്ള ജീവിയാണല്ലോ സെൻറ്റുവേഴ്സ്. ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സീനാണ് ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യുവാണ് വീനസ് ഡി മില്ലോ. ഇതൊരു ഒറിജിനൽ പീസ് തന്നെയാണ് ആ കാലത്തെ ഏൻഷ്യൻ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ. മറ്റത് പലതും കാണുന്നതൊക്കെ സാധാരണ ഫേക്ക് അല്ലെങ്കിൽ റെപ്ലിക്കേഷനാണ്. പക്ഷേ ഇത് ഒറിജിനലാണ്. ഇത് 2 ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുകളിലത്തെ ഭാഗം ഒരു സ്റ്റോണും താഴത്തെ ഭാഗം വേറൊരു സ്റ്റോണുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻസൊക്കെ വളരെ ക്ലിയറാണ്, വളരെ ബാലൻസ്ഡ് ആണ്. അങ്ങനെ വളരെ പ്രത്യേകതകളുള്ള ഒരു സ്റ്റാച്യു ആണ്. ലൂവർ എന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എല്ലാ എക്സിബിറ്റ്സിൻ്റെ മുമ്പിലും ഒരു 30 സെക്കൻഡ് മാത്രം നിന്ന്
നമ്മൾ നോക്കി പോവാളിച്ചാൽ തന്നെ ഒരു 100 ദിവസം എടുക്കും നമ്മളെല്ലാം കാണാൻ. അപ്പോൾ ആലോചിക്കാമല്ലോ എത്ര ഉണ്ടാവും അതിൻ്റെ വലുപ്പവും ബാഹുല്യം ഒക്കെ. ഒരു കൂറ്റൻ സ്റ്റാച്യു ആണ്, മിനർവ തന്നെയാണ്, പക്ഷെ ഇതൊരു റെപ്ലിക്കയാണ് ആ കാലത്തിലെ സ്റ്റാച്യുവിൻ്റെ. പക്ഷെ നല്ല ഭംഗിയുണ്ടാണ്. നമ്മൾ കാണണത് ലൂവറിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 3 എക്സിബിറ്റ്സിൽ ഒന്നായ വിങ്ഡ് വിക്ടറി ഓഫ് സാമോത്രേസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്യു. ഇത് 2nd സെഞ്ച്വറി BC ഉണ്ടാക്കിയ ഒരു സ്റ്റാച്യു ആണ്. 1884 മുതൽ ഇത് ലൂവറിലുണ്ട്. അടി വലുപ്പമാണ്. ഒരു ഷിപ്പിൻ്റെ മുകളിൽ കയറി നിൽക്കണ പോലെ ഒരു സ്റ്റാച്യു ആണത്. ഡീറ്റെയിൽഡ് ഫീച്ചേഴ്സാണ്. വേൾഡ് വാർ 2 സമയത്ത് മൊണാലിസ, അതേമാതിരി മൈക്കൽ ആഞ്ചലോൻ്റെ ചില വർക്കുകൾ ഒക്കെ ഇവിടുന്ന് മാറ്റുണ്ടായി. അതിൻ്റെ കൂടെ ഈ എക്സിബിറ്റും അവർ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റുണ്ടായി. അത് നശിക്കാതിരിക്കാനും അല്ലെങ്കിൽ ജർമ്മൻകാരുടെ കയ്യിൽ കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അപ്പോളോ ഗാലറി. ഫ്രഞ്ച് രാജവംശത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒരു ചെറിയൊരു അംശം ഇപ്പോൾ ഇവിടെ കാണാം. അത്രയും ഗ്രാൻഡാണ്. സീലിംഗ് ആയിക്കോട്ടെ, ഇവിടുത്തെ എക്സിബിറ്റ്സ് ആയിക്കോട്ടെ, ഇവിടെ സൈഡ്സിലെ ഓരോ കാര്യങ്ങളായിക്കോട്ടെ, ഒക്കെ രാജകീയത നിറഞ്ഞു തുളുമ്പണ ഒരു മുറിയാണത്. ഇവിടെ പല ഫ്രഞ്ച് രാജാക്കന്മാരുടെയും ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. മുകളിലാണ് കേട്ടോ ഏറ്റവും രസം. സീലിംഗ് ഫുൾ പെയിൻറ്റിങ്സ്, സൈഡിൽ നിറച്ച് മാർബിൾ സ്റ്റാച്യൂസ്, നടുവിൽ ഇങ്ങനെ കുറേ എക്സിബിറ്റ്സ് ഉണ്ട്. ഇത് ക്രൗൺ ജുവൽസ് ആണ്. ഇത് നെപ്പോളിയൻ 3 അവരുടെ ബന്ധപ്പെട്ട സാധനങ്ങളാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭാര്യ മേരി ലൂയിസ്, എംപ്രസ് മേരി ലൂയിസിൻ്റെ നെക്ലസും ഇയറിംഗുമാണ്. 60-70 മീറ്റർ നീളമുണ്ട് ഈ മുറിക്ക്. ഓരോ ഇഞ്ചും കലാപരമായ കാര്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഗ്രാൻഡ് ഗാലറിയാണ്. പേര് സൂചിപ്പിക്കണ പോലെ തന്നെ വലിയൊരു ഗാലറിയാണ്. 2 ചുമരുമ്പിലും ആർട്ട് വർക്ക്സും ഇതൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാൻഡ് ഗാലറിയിൽ തന്നെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ പെയിൻറ്റിങ്സും. നമുക്കിനി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്, ഇൻക്ലൂഡിങ് മൊണാലിസ. ലിപ്പി, ബോട്ടിച്ചെലി അവരുടെയൊക്കെ ചിത്രങ്ങളാണിത്. അവരൊക്കെ വരച്ച ചിത്രങ്ങളാണ്. അങ്ങനെ നമ്മൾ മൊണാലിസ കാണാൻ പോവുകയാണ്. ആസ് എക്സ്പെക്റ്റഡ് തിരക്കിൻ്റെ പൂരാണ് അവിടെ. ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. മൊണാലിസ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ലൈനാണ്, ഭയങ്കര തിരക്കൊക്കെയാണ്. ആക്ച്വലി ആദ്യത്തെ തവണ മൊണാലിസ കാണുമ്പോൾ ഫസ്റ്റ് ഒരു പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുന്ന വികാരം ഒരു തരം നിരാശയാണ്. കാരണം നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയ പെയിൻറ്റിങ്ങാണ് തെറ്റിദ്ധരി. ആക്ച്വലി ഒരു A5 സൈസേ ഉള്ളൂ പെയിൻറ്റിങ്. പോരാതെ തന്നെ അത് വലിയൊരു മുറിയിൽ ഒരു ചുമരുമിൽ നടുവിൽ ചെറിയൊരു ചിത്രം. അപ്പോൾ അത് വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻറ്റാണ് ആക്ച്വലി. പക്ഷേ ആർട്ടിസ്റ്റിക് പരമായിട്ട് ആൾക്കാരെ ഇത്രയും കോംപ്ലക്സ് ചെയ്യണ വേറൊരു ചിത്രം ഇല്ല. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ ലൈനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവർ ലൈനും ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈനിൽ നിൽക്കണവർക്ക് അല്ലാതെ മൊണാലിസയുടെ ഫോട്ടോ എടുക്കാനും ഒരു സമ്മതിക്കില്ല, ദൂരത്തുനിന്നാണ്. എന്താണോ കാരണം. എന്തായാലും കാത്തുനിന്ന് ഏകദേശം എത്താറായി. മൊണാലിസ ഉള്ള റൂമിൽ തന്നെ ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇത്.
വലിയ മ്യൂസിയം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നടന്ന് നമുക്ക് പെയ്യാണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഗാലറീസിൽ നടുവിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് കുറേ ഇങ്ങനത്തെ അവർ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് 2 പർപ്പസ് ഉണ്ട്. ഇരുന്ന് നമ്മൾ ആസ്വദിക്കാം പിക്ചേഴ്സൊക്കെ, പിന്നെ ക്ഷീണം അകറ്റുകയും ചെയ്യാം. ഡൊണേഷൻ ഓഫ് നെപ്പോളിയൻ എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ആണിത്. ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരു ആർമിയിൽ ഒരു സോൾജറായി, പിന്നെ അവിടുന്ന് ജനറലായി, പിന്നെ ഫ്രാൻസിലെ എംപററായി. അതിൻ്റെ ഒരു ഫുൾ ഗംഭീര്യമാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ വേറൊരു ഫേമസ് പെയിൻറ്റിംഗ് ആണ്. ഇത് ഓട്ടോമൻ കിങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് തോന്നുന്നു. കാരണം ലൂറിനായിട്ട് തന്നെ വരണം, ബാക്കി ഇടയിൽ ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഓടി ഓടി എല്ലാം ഒന്ന് കാണാമെന്നല്ലാതെ. ഈ ഒരു ഗാലറിയിൽ ഫ്രഞ്ച് റൊമാൻറ്റിസിസത്തിനെ പറ്റിയിട്ടുള്ള പെയിൻറ്റിങ്സാണ് കാണിച്ചിരിക്കുന്നത്. 1-2 ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങിൽ നമുക്ക് പോയി കാണാം. ഇത് ലിബർട്ടി ലീഡിങ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് പെയിൻറ്റിംഗ് ആണ്. ഡെലാക്രോക്സിൻ്റെ ആണ്. 1800കളിൽ വീണ്ടും ഒരു 2ാം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി. വിപ്ലവത്തിൻ്റെ ജയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. ലൂയി ഫിലിപ്പ് എന്ന് പറഞ്ഞ രാജാവിനെയാണ് അന്ന് അവർ പുറത്താക്കിയത്. എന്നിട്ട് പിന്നെ ഒരു ഡെമോക്രസി വീണ്ടും അവർ സ്ഥാപിക്കുകയാണ്. ഷിപ്പ് ഓഫ് മെഡ്യൂസ ബൈ ഗരി കോൾ എന്ന് പറഞ്ഞൊരു another very famous painting. മൈക്കലാഞ്ചലോൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഫേമസ്, സ്ലേവ് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് മൈക്കലാഞ്ചലോ ഒരു സ്കൾപ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ വർക്ക്സ് ചെയ്തിരിക്കുന്നത് പെയിൻറ്റിങ്ങിനേക്കാളും. അറ്റൻഷൻ ടു ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം ഇതിൽ. രാത്രിയായപ്പോൾ എന്ത് രസമാണ് ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ. ഈ പിരമിഡ് സ്ട്രക്ചറാണ് നമ്മൾ മുകളിൽ നിന്ന് കാണാറില്ലേ, വളരെ ഭംഗിയാണ് രാത്രി. 6 ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്ഥലം, 10,000-ത്തിലധികം കലാസൃഷ്ടികൾ. ഇതൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് വെറും 2-3 മണിക്കൂർ കൊണ്ട് കാണുക എന്നുള്ളത് നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു സജഷൻ ഉണ്ട് നിങ്ങളെല്ലാവരോടും. ലൂവർ എന്ന് വെച്ചാൽ വെറും ഒരു മൊണാലിസ മാത്രമല്ല, വേറെ പലതും ഉണ്ട് ഇവിടെ. ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരണം. പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള സമയമില്ല, അല്ലെങ്കിൽ സാഹചര്യം ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഗൈഡഡ് ടൂർ എടുക്കുകയും നല്ലത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഇവിടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഫ്രാൻസ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കണില്ല. ഞങ്ങൾ പുതിയ വേറെ കുറേ കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കണുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു സ്ഥലത്ത് വെച്ച് പാരീസിൽ വീണ്ടും കാണാം. ബൈ.